ശരിക്കും എന്താ പറയല്ലേ, മെസ്സി ഇല്ല, നെയ്മർ ഇല്ല, കെലിൻ ഇംബാപ്പെ ഇല്ല. ഇവർ മൂന്ന് പേരില്ലാതെയാണ്, അല്ലെങ്കിൽ ഇവർ മൂന്ന് പേര് സൈൻ ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഈ സീസണിൽ PSG സ്വന്തമാക്കിയത്. ലൂയിസ് എൻട്രിക്കസ് എന്ന കോച്ചിന്റെ കീഴിൽ അവരുടെ ഫസ്റ്റ് ടൈറ്റിൽ UCL ടൈറ്റിലാണ് അവർ ഉയർത്തിയത് അല്ലേ. അതിനുശേഷം goal.com അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയ ബാലൻഡോർ റാങ്കിങ്ങിൽ PSG ഒരുപാട് പ്ലേയേഴ്സ് ഇടം പിടിച്ചു അല്ലേ. ടോപ്പ് 20 റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ PSG നിരവധി പ്ലേയേഴ്സുകൾ ആ ഒരു റാങ്കിങ്ങിലുണ്ട്. പക്ഷേ ആ ഒരു ആർട്ടിക്കിളിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെംബലെ തന്നെ ഈ ഒരു ഗോൾഡൻ ബോൾ സ്വന്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ല. കാരണം ബാലൻഡോർ പുരസ്കാരത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് 1 മുതൽ 2025 ജൂലൈ 31 വരെയാണ്. ഈ സമയങ്ങളിൽ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് അടിസ്ഥാനത്തിലും അവർക്ക് വരുന്ന വോട്ടിംഗ് അടിസ്ഥാനത്തിലുമാണ് ബാലൻഡോർ റാങ്കിങ് ആർക്കാണ്, അല്ലെങ്കിൽ ബാലൻഡോർ പുരസ്കാരം ആർക്കാണ് എന്ന് ഉറപ്പിക്കുന്നത്. സോ അതുകൊണ്ട് രണ്ടാം റാങ്കിലുള്ള യമാലിനും ഒന്നാം റാങ്കിലുള്ള ഡെംബലക്കും ഇനിയും സാധ്യതകൾ ഒരുപാടാണ്. ചിലപ്പോൾ റാങ്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. കാരണം യമാലിനെ സംബന്ധിച്ച് ഈ വരാനിരിക്കുന്ന UEFA നാഷണൽ ലീഗ് ഉണ്ട്, ഡെംബലിനെ സംബന്ധിച്ച് ക്ലബ്ബ് വേൾഡ് കപ്പും ഉണ്ട്, അതുപോലെ തന്നെ UEFA നാഷണൽ ലീഗും ഉണ്ട്. ഒരു പക്ഷേ യമാൽ UEFA നാഷണൽ ലീഗ് സ്പെയിന് വേണ്ടി സമ്മാനിക്കുകയാണെന്ന് വിചാരിക്കുക, മറുവശത്ത് ക്ലബ്ബ് വേൾഡ് കപ്പും UEFA നാഷണൽ ലീഗും ഡെംബലിന്റെ അടുത്ത് പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ ഡെംബലിക്ക് കിട്ടുന്നില്ല, ഡെംബലക്ക് വേൾഡ് കപ്പും കിട്ടിയില്ല, അതുപോലെ തന്നെ UEFA നാഷണൽ ലീഗും കിട്ടിയില്ല. പക്ഷേ യമാൽ UEFA നാഷണൽ ലീഗ് സ്പെയിനിന് സ്വന്തമാക്കി കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന 2025 ബാലൻഡോർ റാങ്കിങ്ങിൽ ആരായിരിക്കും ഒന്നാം സ്ഥാനത്തെത്താൻ പോകുന്നത്? ആർക്കായിരിക്കും ബാലൻഡോർ കിട്ടാൻ പോകുന്നത്? എൻ്റെ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എനിവേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കൂടുതൽ സാധ്യത ഡെംബലക്ക് തന്നെയാണ്. കാരണം PSG വേണ്ടി ആദ്യത്തെ ടൈറ്റിൽ സ്വന്തമാക്കി കൊടുക്കുകയാണ്, അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് ഡെംബലിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല ബാലൻഡോർ എന്ന് പറയുന്നത് ഒരു ഫ്രാൻസ് ബേസ് അവാർഡ് ആയതുകൊണ്ടും കൂടുതൽ സാധ്യത, കൂടുതൽ വോട്ടും കാര്യങ്ങളൊക്കെ വരാൻ ഡെംബലക്കാണ് കൂടുതൽ സാധ്യത. സോ ഡെംബൽ അടിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.